ഹലോ ഫ്രണ്ട്സ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോറിലേഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ പറ്റിയിട്ടാണ്. അപ്പം കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ടേമിൽ തന്നെ ഉണ്ട് റിലേഷൻ ആണ്. റിലേഷൻ ആണെങ്കിൽ അവിടെ രണ്ട് വേരിയബിൾസിന്റെ ആവശ്യമുണ്ട്. വേരിയബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് സ്റ്റോക്കോ അല്ലെങ്കിൽ രണ്ട് ഫൈനാൻഷ്യൽ അസറ്റുകളുടെ തമ്മിലുള്ള റിലേഷൻ, എന്ത് റിലേഷൻ എന്നെല്ലാം നമുക്ക് നോക്കാം. അപ്പം ഇത്രയും നേരം നമ്മൾ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വീഡിയോയിൽ വരെ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺസ് അല്ലെങ്കിൽ റിസ്ക് മെഷർമെന്റ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 1 lakh rupees ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എല്ലാവരും ഒരു സ്റ്റോക്കിലായിരിക്കില്ല അല്ലെ മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പല സ്റ്റോക്കിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകും. അപ്പം ഒരു സ്റ്റോക്കിന് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഒരു സ്റ്റോക്കിനുള്ള റിട്ടേൺസും റിസ്കും ആണ്. നമുക്ക് ആ റിസ്കിൽ ഫോക്കസ് ചെയ്യാം. ഒരു സ്റ്റോക്കിന്റെ ഒരു ഫൈനാൻഷ്യൽ അസറ്റിന്റെ റിസ്കിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഒന്നിൽ കൂടുതൽ ഫൈനാൻഷ്യൽ അസറ്റ്, ഒന്നിൽ കൂടുതൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഓരോ സ്റ്റോക്കിനും ഓരോ റിസ്കുകളാണ് ഉള്ളത് അല്ലേ. അപ്പം നമ്മൾ ഈ 1 ലക്ഷം രൂപ ഡിവൈഡ് ചെയ്ത് ഓരോ സ്റ്റോക്കിലേക്ക് ഇടുമ്പോൾ മൊത്തത്തിൽ ഈ നമ്മൾ 2-3 സ്റ്റോക്കിൽ ഇടുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോർട്ട്ഫോളിയോ എന്ന് പറയും. പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്സ് അല്ലെങ്കിൽ ബോൺസ്. എന്താന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ 1 ലക്ഷം രൂപ ഡിവൈഡ് ചെയ്ത് സ്റ്റോക്കിലും ബോണ്ടിലും ഗോൾഡിലൊക്കെ ആയിട്ട് ഇടുമ്പോഴത്തേക്കിനും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ആ ഓരോ ഫൈനാൻഷ്യൽ അസറ്റിനും ഓരോ റിസ്ക് ആണുള്ളത്. മൊത്തത്തിൽ ആ പോർട്ട്ഫോളിയോയുടെ റിസ്ക് എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ റിസ്കിന്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആണ് അല്ലെ. എങ്ങനെയാണ് ഈ പോർട്ട്ഫോളിയോയുടെ റിസ്ക് മാറുന്നത് അല്ലെങ്കിൽ വേരി ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് തരുന്നത് ഈ കോറിലേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. നമുക്ക് ചുമ്മാ പക്ഷേ ഒരു അസറ്റിന് 10 യൂണിറ്റ്സ് ഓഫ് റിസ്ക്കും രണ്ടാമത്തെ അസറ്റിന് 20 യൂണിറ്റ്സ് ഓഫ് റിസ്ക്കും ഉണ്ടെങ്കിൽ പോർട്ട്ഫോളിയോയുടെ ഇതിൽ രണ്ടിലും നമ്മൾ 1 ലക്ഷം രൂപ സ്പ്ലിറ്റ് ചെയ്തിട്ടാൽ ആ മൊത്തം പോർട്ട്ഫോളിയോയുടെ റിസ്ക് 30 ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും 30 അല്ല വരുന്നത്. കാരണം ഇത് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വരുന്നുണ്ട്, ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കോറിലേഷൻ ബിറ്റ്വീൻ ദ ടു ഫിനാൻഷ്യൽ അസറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ രണ്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ രണ്ട് സ്റ്റോക്ക് തമ്മിലുള്ള റിലേഷൻ നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വഴിയും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫിക്കൽ വഴിയും നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഇൻസൈറ്റ് എടുക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ വിശദീകരിക്കാതെ നമുക്ക് അകത്തേക്ക് പോകാം. Correlation describes the connection or the relationship between 2 or more variables അല്ലെങ്കിൽ 2 or more stocks. The more time you watch TV, the less score you get in exam. അതായത് TV കാണുന്ന സമയം എന്ന് പറയുന്ന ഫാക്ടർ കൂടുമ്പോൾ എക്സാമിന് കിട്ടുന്ന സ്കോർ എന്ന് പറയുന്ന ഫാക്ടർ കുറയും. അതായത് ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേ വേരിയബിൾ കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഇവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ പറയുന്ന ലീനിയർ റിലേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അതും രണ്ട് സ്റ്റോക്ക് തമ്മിൽ മാത്രം. നമുക്ക് രണ്ടിൽ കൂടുതൽ സ്റ്റോക്കുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ റിലേഷനെ കോറിലേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇവിടെ ജസ്റ്റ് രണ്ട് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കുന്നത്. അതും എങ്ങനത്തെ റിലേഷൻ? ലീനിയർ റിലേഷൻ. നോൺ ലീനിയർ റിലേഷൻ ഉണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ലീനിയർ റിലേഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്താണ് ലീനിയർ റിലേഷൻ എന്നെല്ലാം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. നമുക്ക് അതിനെ എങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വഴി രണ്ട് സ്റ്റോക്കിന്റെ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ രണ്ട് സ്റ്റോക്കിന്റെ റിലേഷൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയും. നമ്മുടെ എക്സൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ ഒരു ഓപ്ഷൻ ആ ഗ്രാഫിന്റെ ആ സബ് ഹെഡിങ്ങിൽ അകത്തുണ്ട്, സ്കാറ്റർ പ്ലോട്ട്. Scatter plot is a kind of graph you can use to visualize the correlation between two variables. For example, as an analyst, you are interested to see if there is a relationship existing between the returns generated by the Reliance stock and Nifty 50. You simply take the daily returns of Reliance and Nifty 50 for the past n periods and put them in Excel and go to the scatter plot option and just click that. അപ്പൊ നമുക്ക് ആ പറയുന്ന സ്കാറ്റർ പ്ലോട്ട് ജനറേറ്റ് ആവും. ബേസിക്കലി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് റിലയൻസിന്റെ സ്റ്റോക്കും നിഫ്റ്റിയുടെ റിട്ടേൺസും എടുക്കുവാണ്. റിലയൻസിന്റെ നിഫ്റ്റി പോസിറ്റീവ് ആവുമ്പം റിലയൻസ് പോസിറ്റീവ് ആവുമോ നെഗറ്റീവ് ആവുമോ എന്ന്
അറിയാനായിട്ട് നിങ്ങൾക്കൊരു താല്പര്യമുണ്ട്. സോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റോക്ക് തമ്മിലുള്ള റിലേഷൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് രണ്ടിന്റെയും റിട്ടേൺസ് ഒരു എക്സലില് നിങ്ങൾ എടുത്തിട്ട് അതിനെ ജസ്റ്റ് സെലക്ട് ചെയ്ത് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഞെക്കിയാൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫ് പല തരത്തിൽ വരാം. അപ്പൊ ആ ഗ്രാഫിന്റെ ഷേപ്പും ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഓരോ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടും. ആ ഇൻസൈറ്റ്സിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇപ്പൊ റിലയൻസ് നിഫ്റ്റിയുടെയും ആ റിട്ടേൺസ് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഒന്നെങ്കിൽ വളരെ അച്ചടക്കത്തോടെ വളരെ അറേഞ്ച്ഡ് ആയിട്ട് ടൈറ്റ്ലി ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ കിട്ടും. ഇവിടെ എല്ലാ ഡേറ്റ പോയിന്റ്സും അടുത്തടുത്ത് അടങ്ങിയിരിക്കുവാണ് അല്ലെ. ടൈറ്റ്ലി ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ കിട്ടും. ഇത് ഓപ്ഷൻ 1 ആണ്. ഒന്നെങ്കിൽ ഇങ്ങനെ കിട്ടാം. ഇവിടെ ഒരു ഔട്ട്ലയർ ഉണ്ട്. ഔട്ട്ലയർ എന്ന് പറയുമ്പോഴത്തേക്കിനും ടിപ്പിക്കലി വരുന്ന ഡേറ്റ സെറ്റിൽ നിന്നും മാറിക്കിടക്കുന്നതാണ് ഔട്ട്ലയർ. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. സോ സ്കാറ്റർ പ്ലോട്ടിൽ ഔട്ട്ലയർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ എന്തോ ഇപ്പൊ ഈ പോയിന്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിഫ്റ്റി ഈ പെർസെന്റേജ് റിട്ടേൺസ് തരുമ്പോഴത്തേക്കിനും നമ്മുടെ റിലയൻസ് ഈ പെർസെന്റേജ് റിട്ടേൺസ് ആണ് തരുന്നത്. സോ ആ പോയിന്റ് ആണ് ഈ പോയിന്റ്. അതായത് ഇതിൽ ഓരോ പോയിന്റ് എന്ന് പറയുന്നതും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലയൻസിന്റെ റിട്ടേണും നിഫ്റ്റിയുടെ റിട്ടേണും മാപ്പ് ചെയ്തിരിക്കുന്നതാണ് ഈ പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കഴിഞ്ഞ N പീരീഡില് സ്റ്റോക്കിന്റെ റിട്ടേൺസും നിഫ്റ്റിയുടെ റിട്ടേൺസും എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ടൈറ്റ്ലി ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് കിട്ടാം. അല്ലെങ്കിൽ നമുക്ക് വളരെ ലൂസ് ആയിട്ട് അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുന്ന ഒരു പ്ലോട്ടും നമുക്ക് കിട്ടാം. അപ്പൊ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? What all information can you derive from the scatter plot? ആ പേര് പറയുന്ന പോലെ തന്നെ സ്കാറ്റർ ആയി കിടക്കുന്നു. എങ്ങനെയാണ് അത് സ്കാറ്റർ ആയി കിടക്കുന്നത് എന്നുള്ളത് വെച്ച് നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻ കിട്ടും? ഫസ്റ്റ്, ആർ ദ ഡേറ്റ പോയിന്റ്സ് ക്ലസ്റ്റേർഡ് ടുഗെദർ? നമ്മുടെ ഓപ്ഷൻ 1. ഓർ ആർ ദ ലൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ്? നമ്മുടെ ഓപ്ഷൻ 2. ടൈറ്റ്ലി ക്ലസ്റ്റേർഡ് ആണെങ്കിൽ ആ രണ്ട് സ്റ്റോക്കും തമ്മിൽ വെരി സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ട്. ലൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ there is no relationship or there is weak relationship. അപ്പം ടൈറ്റ്ലി എല്ലാ സ്റ്റോക്ക് എല്ലാ ഡേറ്റ പോയിന്റ്സും അടുത്തടുത്ത് ഒതുങ്ങി ഇരിക്കുവാണെങ്കിൽ അതിന് വെരി സ്ട്രോങ് റിലേഷൻഷിപ്പും ലൂസ്ലി distributed ആണെങ്കിൽ what it indicates is that there is no relationship or there is weak relationship. If the data points are clustered together tightly, okay, നമ്മൾ കണ്ടുപിടിച്ചു ഡേറ്റ പോയിന്റ്സ് ടൈറ്റ് ആയിട്ട് ക്ലസ്റ്റർ ചെയ്തിരിക്കുവാണ്. അങ്ങനെയെങ്കിൽ അത് ഒരു ലൈൻ ഫോം ചെയ്യുന്നുണ്ടോ അതോ അതൊരു കർവ്ഡ് ഷേപ്പ് ആണോ ഫോം ചെയ്യുന്നത്? ലൈൻ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതൊരു ലീനിയർ റിലേഷൻഷിപ്പും കർവ്ഡ് ഷേപ്പ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ഒരു നോൺ ലീനിയർ റിലേഷൻഷിപ്പുമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ കർവ്ഡ് ലൈൻ ആണെങ്കിലും അവിടെ റിലേഷൻ ഉണ്ട്. ആ രണ്ട് സ്റ്റോക്കിൽ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. പക്ഷെ അത് ലീനിയർ അല്ല, നോൺ ലീനിയർ ആയിട്ടുള്ള റിലേഷൻ ആണ്. ഫസ്റ്റ് നമുക്ക് ആ ഫോമിങ് എ സ്ട്രെയിറ്റ് ലൈൻ എടുത്തു നോക്കാം. അതായത് ലീനിയർ റിലേഷൻഷിപ്പ് എടുത്തു നോക്കാം. പോസിറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മുടെ ഡേറ്റ പോയിന്റ്സ് എല്ലാം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോസിറ്റീവ് സ്ലോപ്പിൽ ഇങ്ങനെ കിടക്കും. When one variable increases, the other variable also increases. When Nifty 50 gives positive returns, Reliance also gives positive returns. ഇതാണ് പോസിറ്റീവ് ലീനിയർ റിലേഷൻ. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞ നെഗറ്റീവ് ലീനിയർ റിലേഷൻ എങ്ങനെയായിരിക്കുന്നത്? നെഗറ്റീവ് സ്ലോപ്പിൽ ഇങ്ങനെ ആയിരിക്കുമല്ലേ ഇരിക്കുന്നത്. ഇതേണ്ട നെഗറ്റീവ് ലീനിയർ റിലേഷൻ. When one variable increases, the other variable decreases. ഇതാണ് നെഗറ്റീവ് ലീനിയർ റിലേഷൻ. ഫോമിങ് എ കർവ്ഡ് ലൈൻ, ഞാൻ എന്തേ പറഞ്ഞു, ഇവിടെയും നമ്മുടെ ഡേറ്റ പോയിന്റ്സ് ഒരു ഷേപ്പ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അവിടെ തമ്മിൽ, അതായത് ആ രണ്ട് സ്റ്റോക്ക് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. പക്ഷെ ആ ബന്ധം ലീനിയർ റിലേഷൻ അല്ല, അതിന്റെ നോൺ ലീനിയർ റിലേഷൻ ആണ്. ഓഫ് കോഴ്സ് നമുക്ക് നോൺ ലീനിയർ റിലേഷനും കോറിലേഷൻ കോഎഫിഷ്യന്റ് വഴി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കുന്ന കോറിലേഷൻ അഥവാ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് വെച്ചിട്ട് ഒരു നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. വി ആർ ഓൺലി കൺസേൺഡ് അബൌട്ട് ദി linear relationship between just two financial assets or two variables. When Nifty 50 gives a returns in the range, അതായത് എന്താണ് നോൺ ലീനിയർ റിട്ടേൺസ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ആദ്യത്തെ 5% റിട്ടേൺസ് നിഫ്റ്റി തരുമ്പോഴത്തേക്കിനും റിലയൻസ് അവിടെ
പോസിറ്റീവ് ആയിട്ടുള്ള 10% റിട്ടേൺസ് തരും. നെക്സ്റ്റ് 5% നിഫ്റ്റി റിട്ടേൺസ് തരുമ്പോഴത്തേക്കിനും റിലയൻസ് നെഗറ്റീവ് റിട്ടേൺസ് തരും. സോ ഇങ്ങനെയുള്ള വേരിയേഷൻസിനെയാണ് നമ്മൾ നോൺ ലീനിയർ റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെയും അടുത്ത 5% പിന്നെയും അത് പോസിറ്റീവ് റിട്ടേൺസ് തരും. സോ ഇങ്ങനെ പൊങ്ങിയും താന്നും ഇരിക്കുന്ന എല്ലാം റിലേഷനെയാണ് നമ്മൾ നോൺ ലീനിയർ റിലേഷൻ എന്ന് പറയുന്നത്. ഞാൻ പിന്നെയും പറയുന്നു, കർവ്ഡ് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഒരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ലീനിയർ അല്ല എന്ന് മാത്രം. ലൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അവിടെ ഇവിടെയൊക്കെ തെന്നിത്തെറിച്ച് കിടക്കുന്നതാണെങ്കിലേ നമുക്ക് ഒരു ഇൻഫറൻസ് അല്ലെങ്കിൽ വീക്ക് റിലേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഹൗ ടു ഫൈൻഡ് ദ റേഞ്ച് ഓഫ് റിട്ടേൺസ്. അപ്പൊ നമ്മുടെ സ്കാറ്റർ പ്ലോട്ട് വെച്ചിട്ട് നമുക്ക് റിട്ടേൺസിന്റെ റേഞ്ച് കിട്ടും അല്ലെ. ഇവിടെയാണ് നമ്മുടെ റിലയൻസിന്റെ റിട്ടേൺസ് വരുന്നത്, ഇവിടെ നമ്മുടെ നിഫ്റ്റി 50യുടെയും റിട്ടേൺസ് വരുന്നുണ്ട് അല്ലെ. സോ ഇവിടുത്തെ റേഞ്ച് എങ്ങനെയാ? റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രീം വാല്യൂസ്, ഏറ്റവും മാക്സിമം വാല്യൂവും ഏറ്റവും മിനിമം വാല്യൂയുടെയും ഡിഫറൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ഇസ് എ മെഷർമെന്റ് ഓഫ് റിസ്ക് എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചിരുന്നു. സോ നിഫ്റ്റി 50യുടെ റേഞ്ച് സ്കാറ്റർ പ്ലോട്ടിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള വാല്യൂ ഇവിടെ എവിടെയെങ്കിലും ഒരു വാല്യൂ കാണും, ഇവിടെ എവിടെയെങ്കിലും ഒരു വാല്യൂ കാണും. ഇത് രണ്ടിനെയും മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നിഫ്റ്റി 50യുടെ റേഞ്ച് കിട്ടും. റിലയൻസിന്റെയും അതേപോലെ ഇവിടെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു റിട്ടേൺസ് കാണും, ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു റിട്ടേൺസ് കാണും, മിനിമം റിട്ടേൺസ്. സോ അത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് റിലയൻസിന്റെ റേഞ്ചും കിട്ടും. സോ സ്കാറ്റർ പ്ലോട്ട് വെച്ച് നമുക്ക് അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. ഔട്ട്ലയറും നമുക്ക് സ്കാറ്റർ പ്ലോട്ട് വെച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ആ ഓപ്ഷൻ 1ൽ ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു, ടൈറ്റ്ലി ക്ലസ്റ്റേർഡ് ആയിട്ട് എല്ലാ ഡേറ്റാ പോയിന്റ്സ് ഇരിക്കുമ്പോഴും അതിൽ നിന്നും മാറി കിടക്കുന്ന പോയിന്റ്സിനെ ഔട്ട്ലയർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ അത് നമുക്ക് ഈസി ആയിട്ട് സ്കാറ്റർ പ്ലോട്ടിൽ ജസ്റ്റ് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, വേറെ ഒരു കാൽക്കുലേഷന്റെയും ആവശ്യമില്ല. This is applicable only if there is a relationship existing. അതായത് ഇവിടെ ഓൾറെഡി ഒരു ലൈൻ ഫോം ചെയ്യുന്നുണ്ട്, ആ ഫോം ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്ലയർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. We can then simply identify by just looking at the scatter plot. Scatter plot is a beautiful visual representation of the relationship existing between two variables, but it cannot quantify that relationship. അതായത് നമുക്ക് മനസ്സിലായി നമ്മുടെ സ്കാറ്റർ പ്ലോട്ട് വെച്ചിട്ട് രണ്ട് സ്റ്റോക്ക് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഫൈനാൻഷ്യൽ അസറ്റ്സ് തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ അതിനെ നമുക്ക് എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും? ആ റിലേഷനിലുള്ള സ്ട്രെങ്ത് നമുക്ക് എങ്ങനെയാണ് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നത്? സോ ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്താലേ നമുക്ക് കാൽക്കുലേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി കോറിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അഥവാ സിംപ്ലി കോറിലേഷൻ എന്ന് വിളിക്കും. From here on, correlation coefficient may be simply called as correlation. Since we are dealing with sample data, we will discuss about the sample correlation coefficient. ഞാൻ പറഞ്ഞു CFAയിൽ ബൈ ഡിഫോൾട്ട് തന്നിരിക്കുന്ന ഡേറ്റ സാമ്പിൾ ഡേറ്റയാണ്. നിങ്ങൾക്ക് വെറുതെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ കോവേരിയൻസോ ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ സാമ്പിളെ എടുക്കാവുള്ളൂ. സാമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എല്ലാം സാമ്പിളെ എടുക്കാവുള്ളൂ. ഇറ്റ് ഇസ് എ വാല്യൂ. അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരുവാണെങ്കിൽ, കോറിലേഷൻ കോഎഫിഷ്യന്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ -1 to +1. ഈ രണ്ട് വാല്യൂസിന്റെയും ഇടയ്ക്കായിരിക്കും നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ക്വാണ്ടിഫൈ ചെയ്യുന്നത് ആ രണ്ട് സ്റ്റോക്ക് തമ്മിലുള്ള സ്ട്രെങ്ത് മാത്രമല്ല, ഡയറക്ഷനും നമുക്ക് തരും. അതായത് എവിടെയാണോ സൈൻ വെച്ച് ഒരു കോഎഫിഷ്യന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് സൈൻ കാണുമ്പോഴേ മനസ്സിലാക്കിക്കോണം, ഇറ്റ് ഓൾസോ ഗിവ്സ് എ റെപ്രസെന്റേഷൻ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ്. സോ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് വെച്ച് സ്ട്രെങ്തും കിട്ടും, ഡയറക്ഷൻ ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പും കിട്ടും. It checks if the two variables, അല്ലെങ്കിൽ if two stocks are moving together. If they are moving together, then are they moving in the same direction or in the opposite direction? Basically, so far we have been dealing with the risk of a single asset, that is a single stock. Correlation helps in identifying if the total risk increases or decreases when we make investments in more than one asset, say like stock plus bond. Without correlation, we cannot calculate portfolio risk at all. നമ്മൾ പറഞ്ഞു ഒരു സ്റ്റോക്ക്, ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ പോർട്ട്ഫോളിയോയിലെ ടോട്ടൽ റിസ്ക് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കോറിലേഷന്റെ യൂസ്
വളരെയധികം ഉണ്ട്. കോറിലേഷൻ ഇല്ലാതെ നമുക്ക് പോർട്ട്ഫോളിയോയുടെ റിസ്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ഇക്വേഷൻ എന്താണ്? സാമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സാമ്പിൾ കോവേരിയൻസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫസ്റ്റ് ഫൈനാൻഷ്യൽ അസറ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സെക്കൻഡ് ഫൈനാൻഷ്യൽ അസറ്റ്. എന്താണ് ഈ സാമ്പിൾ കോവേരിയൻസ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു സാമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത് ബോത്ത് ദ സ്ട്രെങ്ത് ആൻഡ് ദ ഡയറക്ഷൻ ഇറ്റ് ഈസ് ഗിവിംഗ്. നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് സ്ട്രെങ്ത്തും ഡയറക്ഷനും തരും. ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഈ കോവേരിയൻസ് വെച്ചിട്ടാണ്. ബേസിക്കലി കോവേരിയൻസ് എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് അതിന്റെ മീനിനേക്കാൾ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ മറ്റേ സ്റ്റോക്കും അതിന്റെ മീനിനേക്കാൾ മുകളിലോട്ടാണോ പോകുന്നത് എന്നുള്ളതാണ് കോവേരിയൻസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് രണ്ട് സ്റ്റോക്കും ഒരേ ഡയറക്ഷനിലാണോ പോകുന്നത് അതോ വേറെ വേറെ ഡയറക്ഷനിലാണോ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കോവേരിയൻസ് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ വേരിയൻസ് എന്ന് പറയുന്ന ഒരു ടേം വരും. അതായത് നമ്മുടെ നേരത്തെ റിസ്കിൽ നമ്മൾ പഠിച്ചിരുന്ന വേരിയൻസ് സിമിലർ തന്നെയാണ്, അതുപോലെ അതുമായിട്ട് റിലേറ്റഡ് ആണ് കോവേരിയൻസ് എന്ന് പറയുന്നത്. വേരിയൻസിൽ നമ്മൾ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർഡ് ബൈ n മൈനസ് 1 എന്നാണ് പഠിച്ചത്. ഇവിടെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സ് മൈനസ് എക്സ് ബാർ ഒരു സ്റ്റോക്കിന്റെ ഡിഫറൻസും മറ്റേ സ്റ്റോക്കിന്റെ ഡിഫറൻസ് ഫ്രം ദ മീനും കണ്ടുപിടിച്ചിട്ട് ഡിവൈഡഡ് ബൈ n മൈനസ് 1 എന്ന് ചെയ്യുന്നു. ഞാൻ എന്തുകൊണ്ട് ഇത് ഇത്ര ഈസി ആയിട്ട് പറഞ്ഞു പോകുന്നു എന്ന് വെച്ചാൽ നമ്മളൊന്നും ഇത് കാൽക്കുലേഷൻ മെക്കാനിക്കലി മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വാല്യൂ കാൽക്കുലേറ്ററിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതെല്ലാം കാൽക്കുലേറ്ററിൽ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരുന്നാൽ മതി. വേരിയൻസ് കോവേരിയൻസ് എന്ന് പറയുന്നത് ഡയറക്ഷൻ തരുന്നതാണ്. കോറിലേഷൻ ഗിവ്സ് ബോത്ത് സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ. അതിനകത്ത് ഡയറക്ഷൻ തരുന്നതാണ് കോവേരിയൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമില് കോവേരിയൻസ് തന്നിട്ട് പറയും കോറിലേഷൻ കണ്ടുപിടിക്കാതെ രണ്ട് സ്റ്റോക്ക് തമ്മിലുള്ള ബന്ധം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? ജസ്റ്റ് ആ കോവേരിയൻസിന്റെ സൈൻ മാത്രം നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. കോവേരിയൻസിന് കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് ഒരു ബന്ധവും ഇല്ല. When one asset is deviating from its mean, is the other financial asset also deviating from the mean in the same direction? I don't care by how much amount they are deviating from the mean. Are they deviating or not? ഇത് മാത്രമേ ഞാൻ concerned ആയിട്ടുള്ളൂ. If they are deviating from the mean in the same direction, we get positive covariance. If they are deviating from the mean in the opposite direction, we get negative covariance. കോവേരിയൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ട്. വേരിയൻസ് പോലെ തന്നെയാണ്. ഒരു സ്റ്റോക്കിന്റെ ഓരോ റിട്ടേൺസും അതിന്റെ മീനിൽ നിന്നും വേരി ചെയ്യുന്നതും അടുത്ത ഫൈനാൻഷ്യൽ അസറ്റിന്റെ ഓരോ റിട്ടേൺസും അതിന്റെ മീനിൽ നിന്ന് വേരി ചെയ്യുന്നതും തമ്മിലുള്ള പ്രോഡക്റ്റ് എടുത്തിട്ട് അതിന്റെ സമ്മേഷൻ എടുക്കുക. ആ സമ്മേഷൻ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഡേറ്റാ സെറ്റ്സ് മൈനസ് 1. കാരണം ഇത് സാമ്പിൾ കോവേരിയൻസ് ആണ് പറയുന്നത്, അതുകൊണ്ടാണ് n-1 ചെയ്യുന്നത്. Because we are finding the deviations from the mean, അതായത് റിസ്ക് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡീവിയേഷൻസ് ഫ്രം ദ മീൻ ഓഫ് ടു ഡിഫറെന്റ് ഫൈനാൻഷ്യൽ അസറ്റ്സ്. അതായത് നമ്മൾ രണ്ട് ഫൈനാൻഷ്യൽ അസറ്റിന്റെ മീനിൽ നിന്നുള്ള വേരിയേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ രണ്ട് ഫൈനാൻഷ്യൽ അസറ്റ്സിനും രണ്ട് മീൻ ആയിരിക്കും. സോ രണ്ട് റിസ്ക് ആയിരിക്കും. സോ ഇതിനെ എങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം എന്നതിനെ പറ്റി സയന്റിസ്റ്റ് ആലോചിച്ചപ്പോഴാണ് ആ കിട്ടുന്ന കോവേരിയൻസിനെ രണ്ട് ഫൈനാൻഷ്യൽ അസറ്റിന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് വെച്ച്, അതെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ ആവറേജ് റിസ്ക്. സോ രണ്ട് ഫൈനാൻഷ്യൽ അസറ്റ്സിന്റെയും അതിന്റെ ആവറേജ് റിസ്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ആ കോറിലേഷന്റെ വാല്യൂ -1 to +1 ഇടയിലേക്ക് ഇരിക്കുന്നത്. You can easily calculate the correlation in the calculator. Once you get the correlation, you can find the covariance by correlation into standard deviation into standard deviation B. കോറിലേഷൻ നമുക്ക് കാൽക്കുലേറ്റർ കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാൽക്കുലേറ്റർ കിട്ടും. അപ്പം ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ വൺ ഫൈനാൻഷ്യൽ അസറ്റ് ഇൻറ്റു ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സെക്കൻഡ് ഫൈനാൻഷ്യൽ അസറ്റ് ഇൻറ്റു ദ കോറിലേഷൻ ബിറ്റ്വീൻ ദം gives the covariance of the total of the portfolio. കോറിലേഷൻ കോഎഫിഷ്യന്റ് -1 to +1 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഇതിലെ എന്താണ് അത് ഓരോന്നും ഡെപിക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സ്കാറ്റർ പ്ലോട്ട് വെച്ചിട്ട് എങ്ങനെയാണ്
കോറിലേഷൻ നമ്മൾ ഇൻഫർ ചെയ്തു. ഇനി മാത്തമാറ്റിക്കലി കോറിലേഷൻ കോഎഫിഷ്യന്റ് -1 to +1 തരുമ്പം എന്താണ് അത് ഇൻഫർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സീറോ കോറിലേഷൻ ആണ് തരുന്നതെങ്കിൽ അത് പറയുന്നത് there is no linear relationship between the two financial assets. അതായത് ഒരു അസറ്റ് എങ്ങോട്ടോ പോയാലും മറ്റൊരു അസറ്റ് വേറെ എങ്ങോട്ടോ ആണ് പോകുന്നത്. അതായത് അതിനൊരു ഫിക്സഡ് പാറ്റേൺ ഇല്ല. അത് ഇഷ്ടമുള്ള രീതിയിലാണ് രണ്ട് സ്റ്റോക്കും പെരുമാറുന്നത്, ബിഹേവ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്കിനെ വെച്ചിട്ട് എനിക്ക് മറ്റേ സ്റ്റോക്കിന്റെ ബിഹേവിയർ അളക്കാൻ പറ്റില്ല. അവിടെയാണ് കോറിലേഷൻ സീറോ ആയി വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഗോൾഡും ഏതൊരു സ്റ്റോക്കും തമ്മിലുള്ള കോറിലേഷൻ എടുക്കുകയാണെങ്കിൽ അത് സീറോ ആയിരിക്കും. കാരണം ഗോൾഡിന്റെ പ്രൈസ് എഫക്ട് ചെയ്യുന്നത് ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതേസമയം ഒരു സ്റ്റോക്കിനെ എഫക്ട് ചെയ്യുന്നത് അതിന്റെ കമ്പനി ഫൈനാൻഷ്യൽസ് ആയിരിക്കും. സോ രണ്ടിനെയും പ്രൈസ് എഫക്ട് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സ് ആണ്. സോ അതുകൊണ്ട് അതിന്റെ മൂവ്മെന്റ്സ് തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല. ഇനി +1 പോസിറ്റീവ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0 ആണോ കിട്ടുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അതായത് ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കിനും മറ്റേ സ്റ്റോക്കും അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ +1 കറക്റ്റ് +1 ആണ് കിട്ടുന്നതെങ്കിൽ ദർ ഇസ് എ പെർഫെക്റ്റ് ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണോ ആ സ്റ്റോക്ക് മുന്നോട്ടേക്ക് പോകുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ മറ്റേ സ്റ്റോക്കും അതേ ക്വാണ്ടിറ്റിയിൽ മുന്നേക്ക് പോകും എന്ന് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഒരു അഗ്രികൾച്ചറൽ ഇയറിൽ നല്ലൊരു അഗ്രികൾച്ചറൽ ഇയറിൽ ഫാമേഴ്സിന് നല്ല ഇൻകം കിട്ടും. നല്ല ഇൻകം കിട്ടിയാൽ അവർ കൂടുതൽ ട്രാക്ടേഴ്സ് മേടിക്കും. അപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യും. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് നമ്മുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദ മേജർ ട്രാക്ടർ പ്രൊഡ്യൂസേഴ്സ്. സോ ഒരു ഗുഡ് അഗ്രികൾച്ചറൽ ഇയറും മഹീന്ദ്രയുടെ സ്റ്റോക്കും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഇനി നെഗറ്റീവ് കോറിലേഷൻ, -1 <0 ഉള്ള വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ നെഗറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയും. അവിടെ തന്നെ -1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ സ്ട്രോങ് നെഗറ്റീവ് ലീനിയർ റിലേഷൻ എന്ന് പറയും. When the US increases tariffs on India, Indian pharmaceutical companies goes down. That is, India pharma companies export a lot to the US. Therefore, tariffs and pharma stocks have a negative relationship. Tariffs കൂടിയ pharma stocks താഴേക്ക് പോകും. ഇതാണ് നെഗറ്റീവ് റിലേഷൻ. Another best example of negative correlation is the interest rate and the bond price. Interest rate കൂടിയാൽ existing bondന്റെ പ്രൈസ് കുറയും. അത് പെർഫെക്റ്റ് നെഗറ്റീവ് റിലേഷൻഷിപ്പ്. കോറിലേഷൻ കോഎഫിഷ്യന്റിനെ നമ്മൾ സ്കാറ്റർ പ്ലോട്ടിലേക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ +1 ആയിട്ടുള്ളത് നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് പോസിറ്റീവ് സ്ലോപ്പിൽ കിട്ടും. സ്ലോപ്പ് ഡസന്റ് മാറ്റർ. അതായത് ഇത് ഇങ്ങനെ ഇരിക്കാം, ഇത് ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, അതൊന്നും പ്രശ്നമില്ല. എനിക്ക് പോസിറ്റീവ് സ്ലോപ്പ് കിട്ടിയാൽ മതി. പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ഈ +1 ഈ എല്ലാ ഡേറ്റ പോയിന്റ്സും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ അവിടെയാണ് എനിക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് +1 എന്ന് പറയാം. തിരിച്ച് നെഗറ്റീവ് സ്ലോപ്പ് ലൈൻ നെഗറ്റീവ് സ്ലോപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് ഡേറ്റ പോയിന്റ്സ് എല്ലാം ഒറ്റ ലൈനിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഞാൻ -1 ആണ് ആ സ്കാറ്റർ പ്ലോട്ട് പറയുന്നത്. ഇനി സ്കാറ്റർ പ്ലോട്ടില് സീറോ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും വളരെ സ്കാറ്റേർഡ് ആയിട്ട് ലൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കും. അതായത് വി ക്യാൻ നോട്ട് ഡിറൈവ് എനി യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫ്രം ദിസ് സ്കാറ്റർ പ്ലോട്ട്. സ്കാറ്റർ പ്ലോട്ട് വിത്ത് സ്ട്രോങ് നോൺ ലീനിയർ റിലേഷൻ. ഞാൻ പിന്നെയും പറയുന്നു, രണ്ട് സ്റ്റോക്ക് തമ്മിലുള്ള റിലേഷൻ നമുക്ക് കർവ്ഡ് ആയിട്ട് കിട്ടിയാൽ അവിടെ റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ കോറിലേഷൻ കോഎഫിഷ്യന്റ് വെച്ചിട്ട് നമുക്ക് അതിന്റെ റിലേഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. വി ക്യാൻ നോട്ട് ഐഡന്റിഫൈ ദ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫൈനാൻഷ്യൽ അസറ്റ്സ്. അവിടെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും നോൺ ലീനിയർ റിലേഷൻഷിപ്പിന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് നിയർ ടു 0 ആയിട്ട് നമുക്ക് കിട്ടും. ഔട്ട്ലയേഴ്സ് കോറിലേഷൻ കോഎഫിഷ്യന്റിനെ ഭയങ്കരമായിട്ടും എഫക്ട് ചെയ്യും. സോ ഔട്ട്ലയേഴ്സ് ഈസ് അനദർ ലിമിറ്റേഷൻ ഓഫ് കോറിലേഷൻ അനാലിസിസ്. ആൻഡ് മൂന്നാമത്തതും വളരെ ഇമ്പോർട്ടന്റും ആയിട്ടുള്ള പോയിന്റ് ആണ്, കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ അഥവാ സ്പ്യൂരിയസ് കോറിലേഷൻ. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന കോറിലേഷൻസ് നിറയെ ഉണ്ട്. സോ അതും നമ്മൾ അറിഞ്ഞിരിക്കണം.
കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. The correlation, suppose for example, the correlation between the GDP of Czechoslovakia and the mood of your girlfriend will be 0.94. That is very high positive correlation. Does that mean your girlfriend is concerned about the GDP of Czechoslovakia? ഒരിക്കലും ഇല്ല. Such relationships അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയും. അതായത് എന്തോ ഒരു അബദ്ധത്തിൽ കിട്ടിയ ഒരു പോസിറ്റീവ് കോറിലേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പറയുവാണെങ്കിൽ ജുവലറിയുടെ സെയിൽസ് കൂടുമ്പം അണ്ടർ ഗാർമെന്റ്സിന്റെ സെയിൽസ് കൂടുന്നതായിട്ടും നമുക്ക് കണ്ടുപിടിച്ചാൽ അതിനും ഒരു പോസിറ്റീവ് സ്ട്രോങ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നും വെച്ച് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? ഒരിക്കലും ഇല്ല. ദേ ആർ ചാൻസ് റിലേഷൻഷിപ്സ്. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിൽ കോറിലേഷൻ ഉണ്ടെന്ന് കരുതി അത് കോസ് ചെയ്യുന്നില്ല. ജുവലറിയുടെ സെയിൽസ് കൂടിയത് കൊണ്ട് നമ്മളുടെ അണ്ടർ ഗാർമെന്റ്സിന്റെ സെയിൽസ് കൂടണമെന്നില്ല. അഥവാ കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ. കോറിലേഷൻ ഉണ്ട് എന്ന് കരുതി അവിടെ കോസേഷൻ ഉണ്ടാവുന്നില്ല. വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ the correlation between the returns of two random stocks may be close to zero. Okay, നമ്മൾ രണ്ട് സ്റ്റോക്ക് വളരെ റാൻഡം ആയിട്ട് എടുത്ത് അവരുടെ റിട്ടേൺസ് പ്ലോട്ട് ചെയ്തപ്പോഴത്തേക്കിനും അതിന്റെ കോറിലേഷൻ ഒന്നുമില്ല, സീറോ ആണെന്ന് കിട്ടി, വീക്ക് കോറിലേഷൻ ആണ്. പക്ഷെ സഡൻലി നമ്മൾ ഈ രണ്ട് സ്റ്റോക്കിന്റെ റിട്ടേൺസിനെയും അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഉടനെ അവർ തമ്മിൽ ഒരു ഹൈ കോറിലേഷൻ ഉള്ളതായിട്ട് നമുക്ക് കിട്ടും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്യൂരിയസ് കോറിലേഷൻ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കോറിലേഷൻ. വേറെ ഏതോ ഒരു വേരിയബിള് വിട്ട് നമ്മൾ മൾട്ടിപ്ലൈയോ ഡിവൈഡോ ചെയ്തപ്പം വന്ന ഒരു കോറിലേഷൻ ആണ്, അല്ലാതെ ഡയറക്ട്ലി ആ രണ്ട് സ്റ്റോക്ക് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ the moment you see high correlation you should not conclude that two stocks are highly correlated. Correlation does not imply causation. വേറൊരു മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിസർച്ചർ ഒരു സ്കൂളിൽ പോയിട്ട് 200 കുട്ടികളുടെ പല വയസ്സിലുള്ള 200 കുട്ടികളുടെ ഷൂ സൈസും അവരുടെ വായിക്കാനുള്ള കേപ്പബിലിറ്റിയും റീഡിംഗ് കേപ്പബിലിറ്റിയും അളന്നു. അതായത് ഷൂ സൈസും ആരാണ് നന്നായി വായിക്കുന്നതെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരന് മനസ്സിലായി ചിൽഡ്രൻ വിത്ത് ദ ലാർജർ ഷൂ സൈസസ് ടെൻഡ് ടു ബി ബെറ്റർ റീഡേഴ്സ്. The correlation is strong and positive. ഷൂ സൈസും അവരുടെ റീഡിംഗ് കേപ്പബിലിറ്റിയും സ്ട്രോങ് ആൻഡ് പോസിറ്റീവ് കോറിലേഷൻ ഉള്ളതായിട്ട് പുള്ളിക്കാരന് മനസ്സിലായി. പക്ഷെ അവിടെ ആ വ്യക്തി മനസ്സിലാക്കാത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹിഡൻ വേരിയബിൾ ആണ് ഈ രണ്ട് വേരിയബിൾസിനെയും ഡ്രൈവ് ചെയ്യുന്നത്. അതായത് ഏജ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആണ് ഈ പറയുന്ന ഷൂവിന്റെ സൈസ് വലുതാക്കുന്നതും ഒരു കുട്ടീനെ നല്ല റീഡർ ആക്കി മാറ്റുന്നതും അവരുടെ വയസ്സാണ്. വയസ്സ് കൂടുമ്പം അവരുടെ കാലിന്റെ സൈസും കൂടും, അവരുടെ വായിക്കാനുള്ള കേപ്പബിലിറ്റിയും കൂടും. അപ്പം ഏജ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആണ് ഈ രണ്ട് വേരിയബിളിനെയും ഡ്രൈവ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് സ്പ്യൂരിയസ് കോറിലേഷൻ. അതായത് നെവർ മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹൈ കോറിലേഷൻസ് എലോൺ. നമ്മൾ രണ്ട് സ്റ്റോക്ക് തമ്മിൽ ഹൈ കോറിലേഷൻ ഉണ്ടെന്ന് കരുതി എടുത്തു ചാടി അവിടെ ഇൻവെസ്റ്റ് ചെയ്യരുത്. അവിടെ നിങ്ങൾ കീറി മുറിച്ച് പരിശോധിക്കണം ഇത് എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് റിലേഷൻഷിപ്പ് വരുന്നത് എന്നുള്ളത്. കാരണം ഡിഫറെന്റ് ഇൻവിസിബിൾ ഫാക്ടേഴ്സ് കുഡ് ബി ഡ്രൈവിംഗ് ദാറ്റ് കോറിലേഷൻ. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് ആൻസ്കൂംസ് ക്വാർട്ടറ്റ് എന്ന് പറയും. ഇത് ആൻസ്കൂംബ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു കൈൻഡ് ഓഫ് ക്വാർട്ടറ്റ് ആണ്. അതായത് 4 ഡേറ്റാ സെറ്റ് ആണ് പുള്ളിക്കാരൻ എടുത്തിരിക്കുന്നത്. ഇറ്റ് കൺവേസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വൈ യു ഷുഡ് ഒബ്സർവ് ദി സ്കാറ്റർ പ്ലോട്ട്. സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോറിലേഷനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ്. അത് മാത്രം, അതായത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വെച്ച് മാത്രം നമുക്ക് ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഡസ് നോട്ട് ഗീവ് ദ ഫുൾ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ആൻസ്കൂംബ് നൽകിയ ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന 4 ഡേറ്റാ സെറ്റ്സ്. എന്തൊക്കെയാണ് 4 ഡേറ്റാ സെറ്റ്സ്? He took 4 data sets such that അതിന്റെ സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും 4 ഡേറ്റാ സെറ്റിലും സെയിം ആയിട്ടുള്ള ഒരു വാല്യൂ പുള്ളിക്കാരൻ എടുത്തു. അതായത് ഇവിടുത്തെ മീൻ സെയിം ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സെയിം ആണ്, കോറിലേഷനും സെയിം ആണ്. പക്ഷെ ഇവിടുത്തെ സ്കാറ്റർ പ്ലോട്ട് ഓൾമോസ്റ്റ് ഒരു ലീനിയർ റിലേഷൻ എന്ന് പറയാം, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. രണ്ടാമത്തെ ഡേറ്റാ സെറ്റ് എടുക്കുമ്പോൾ സെയിം മീൻ, സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് സെയിം കോറിലേഷൻ,
പക്ഷെ ഇവിടുത്തെ സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു നോൺ ലീനിയർ റിലേഷൻ ആണ്. നാലാമത്തെ ഡേറ്റ സെറ്റ് എടുത്തപ്പോൾ ഉണ്ടടാ സെയിം മീൻ, സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് സെയിം കോറിലേഷൻ. ഈ ഡേറ്റ സെറ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ സ്കാറ്റർ പ്ലോട്ട് പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടി വിത്ത് 1 ഔട്ട്ലയർ. ഇവിടെ കോറിലേഷൻ +1 ആവണമായിരുന്നു, പക്ഷെ ഒരെണ്ണം ഔട്ട്ലയർ ആയതുകൊണ്ട് ഇവിടെ 0.82 എന്ന് പറയുന്ന ഒരു കോറിലേഷൻ കിട്ടി. നാലാമത്തെ ഡേറ്റ സെറ്റ് എടുത്തപ്പം എഗെയിൻ സെയിം സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, പക്ഷെ ഇവിടുത്തെ ഡേറ്റാസ് അല്ലെങ്കിൽ ഇവിടുത്തെ സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ സെറ്റ് ആണ് നമുക്ക് കിട്ടിയത്. അതായത് 4 ഡേറ്റ സെറ്റിലും സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് സെയിം ആണെങ്കിലും അതിന്റെ സ്കാറ്റർ പ്ലോട്ട് 4 ആണ് കിട്ടിയത്. വാട്ട് ഇസ് ദ ടേക്ക് അവേ? Both the visualization and the numerical calculation are essential in order to extract meaningful insights from the data. Thank you. അടുത്തതിൽ നമുക്ക് ഈ ലേണിംഗ് മൊഡ്യൂൾ തീർന്നു. ഇനി അടുത്ത ലേണിംഗ് മൊഡ്യൂളിൽ നമുക്ക് പ്രോബബിലിറ്റിനെ പറ്റി പഠിക്കാം. താങ്ക് യു.